ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും KV സ്മാർട്ട് സ്റ്റഡിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുവാൻ പോകുന്നത് PM ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിൽ ആർക്കൊക്കെയാണ് അഡ്മിഷൻ നേടുവാൻ സാധിക്കുന്നത് എന്നതാണ്. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ മക്കൾക്കും, അതായത് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ മക്കൾക്ക് KVയിൽ അഡ്മിഷൻ നേടാവുന്നതാണ്. ചിൽഡ്രൻസ് ഓഫ് എക്സ് സർവീസ്മാൻ, അതായത് വിമുക്ത ഭടന്മാരുടെ മക്കൾക്കും കേന്ദ്രീയ വിദ്യാലയത്തിൽ അപേക്ഷിക്കാവുന്നതാണ്. ഇനിയും മൂന്നാമത് സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതായത് UPSC, ISRO പോലെയുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ മക്കൾക്കും കേന്ദ്രീയ വിദ്യാലയത്തിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് സ്ഥാപനങ്ങൾ, അതായത് NTPC പോലെയുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ മക്കൾക്കും കേന്ദ്രീയ വിദ്യാലയത്തിലേക്ക് അപേക്ഷിക്കാം. ഇനി IIT മുംബൈ പോലെയുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഹയർ ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്യുന്നവരുടെ മക്കൾക്കും കേന്ദ്രീയ വിദ്യാലയത്തിലേക്ക് അപേക്ഷിക്കാം. ഇനിയും ഇതുകൂടാതെ നമ്മുടെ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ മക്കൾക്ക്, അതായത് ചിൽഡ്രൻസ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസിനും കേന്ദ്രീയ വിദ്യാലയത്തിലേക്ക് അപേക്ഷിക്കാം. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലും ഹയർ ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്യുന്നവരുടെ മക്കൾക്കും കേന്ദ്രീയ വിദ്യാലയത്തിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതുകൂടാതെ സാധാരണക്കാരുടെ മക്കൾക്കും റിസർവേഷനിലൂടെ കേന്ദ്രീയ വിദ്യാലയത്തിലേക്ക് അഡ്മിഷൻ വളരെ എളുപ്പം തന്നെ നേടാവുന്നതാണ്. അതായത് SC, ST, OBC, അതായത് നോൺ ക്രിമിനൽ, EWS, BPL വിഭാഗത്തിൽപ്പെട്ടവരുടെ മക്കൾക്കും ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയ കുട്ടികൾക്കും സിംഗിൾ ഗേൾഡ് ചൈൽഡ്, അതായത് ഒറ്റ പെൺകുട്ടി ഉള്ള രക്ഷകർത്താക്കളുടെ മക്കൾക്കും കേന്ദ്രീയ വിദ്യാലയത്തിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി ജനറൽ വിഭാഗത്തിൽപ്പെട്ടവരുടെ കുട്ടികൾക്ക് റൈറ്റ് ടു എഡ്യൂക്കേഷൻ RTE കോട്ട വഴിയും കേന്ദ്രീയ വിദ്യാലയത്തിലേക്ക് അഡ്മിഷൻ സുഗമമായി നേടാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ കേന്ദ്രീയ വിദ്യാലയത്തിൽ ബാലവാടികയിലേക്കും ക്ലാസ് 1 മുതൽ 11 വരെയുള്ള ക്ലാസ്സുകളിലേക്കും എങ്ങനെയാണ് അഡ്മിഷൻ നേടുന്നതെന്ന് വിശദമായി ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോയ്ക്കായി നിങ്ങൾ കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.